ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഫാൾഔട്ട് സീരീസ് റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോറാണ് ഫാൾഔട്ടിൻ്റെത്. എല്ലാ ഗെയിമുകളുടെയും കഥ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. സോ അതിനെ ചുരുക്കി എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാനുള്ള ഒരു ചെറിയ ശ്രമമാണ് വീഡിയോ. ഫാൾഔട്ട് ഇതുവരെ ഇറങ്ങിയ എല്ലാ ഗെയിംസും 200-300 വർഷങ്ങളുടെ ഗ്യാപ്പിനിടയിൽ വരുന്ന കഥകളുള്ള ഗെയിംസാണ്. സോ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ലോർ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മാത്രമല്ല സീരീസ് ഏത് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കില്ല. ഫാൾഔട്ട് യൂണിവേഴ്സിലെ പ്രധാന സംഭവങ്ങൾ നടക്കുന്നത് ഒരു ആൾട്ടർനേറ്റ് ടൈം ലൈനിലാണ്, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ. അതായത് വേൾഡ് വാർ 2 ശേഷം നമ്മൾ അറിയുന്ന ലോകം ഒരുപാട് മുൻപോട്ട് പോയെങ്കിലും ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ആൾട്ടർനേറ്റ് ടൈം ലൈനിൽ വേൾഡ് വാർ 2 ശേഷം 1950s ലോകം സത്യത്തിൽ നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് നമ്മൾ ഹിരോഷിമയും നാഗസാക്കിയിലെ സംഭവങ്ങൾക്ക് ശേഷം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ലോകത്തെ കംപ്ലീറ്റ് ആയി മാറ്റിയത് എന്നേക്കുമായി. ഫാൾഔട്ട് യൂണിവേഴ്സിൽ ന്യൂക്ലിയർ എനർജി ജീവിതത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൈവറ്റ് കമ്പനീസ് വരെ ഉണ്ട്. അതായത് ന്യൂക്ലിയർ ടെക്നോളജി കംപ്ലീറ്റ് ആയി യൂസ് ചെയ്യുന്നത് വെപ്പൺസ് ഉണ്ടാക്കാനും വാർ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ്. ആർട്ടും ലിറ്ററേച്ചറും എന്റർടൈൻമെന്റും ഒന്നും യാതൊരു മാറ്റവും 1950s ശേഷം സംഭവിച്ചിട്ടില്ല. വേൾഡ് വാർ 2 ശേഷം ഇവിടെ സോവിയറ്റ് യൂണിയന്റെ പ്രസക്തി പതുക്കെ ഇല്ലാതാകുന്നു. റഷ്യ, ചൈന, അമേരിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ ഉയർന്നു വരുന്നു. വർഷം 2050 ആകുമ്പോഴേക്കും ഫോസിൽ ഫ്യൂൽസ് തീരാറായതോടെ ഒരു എനർജി ക്രൈസിസ് ഉണ്ടാകുന്നു. പല രാജ്യങ്ങളും അവരുടെ കയ്യിലുള്ള ഓയിൽ റിസർവ് നിലനിർത്താനും ഓയിലിനു വേണ്ടി മറ്റു പല രാജ്യങ്ങളെ ആക്രമിക്കാനും തുടങ്ങുന്നു. യൂറോപ്യൻ യൂണിയൻ ഓയിലിനു വേണ്ടി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ ബോംബ് ആക്രമണം നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ അമേരിക്ക പെട്ടെന്നൊരു ന്യൂക്ലിയർ അറ്റാക്ക് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അതിനൊരു പ്ലാൻ തയ്യാറാക്കുന്നു. അങ്ങനെയാണ് പ്രോജക്ട് സേഫ് ഹൗസിന് തുടക്കമിടുന്നത്. പ്രോജക്ട് സേഫ് ഹൗസിനെ കുറിച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ക്രൂഡ് ഓയിലിന് ക്ഷാമം തുടങ്ങിയതോടെ ചൈനയും അമേരിക്കയും ഓയിലിന് വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിയിരുന്നു. തങ്ങളുടെ കയ്യിലുള്ള ഓയിൽ വിട്ടുപോകാതിരിക്കുക എന്ന് മാത്രമല്ല, ഓയിൽ സപ്ലൈക്ക് വേണ്ടി അമേരിക്ക മെക്സിക്കോയും കീഴടക്കുന്നു. 2070 ആയപ്പോഴേക്കും ചൈന അമേരിക്കയുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന അലാസ്കയിലെ ഓയിൽ റിസോഴ്സസിന് വേണ്ടി അമേരിക്ക ആക്രമിക്കുന്നു. അമേരിക്കയും ചൈനയും തമ്മിൽ ശരിക്കുമുള്ള ഒരു സിനോ അമേരിക്കൻ യുദ്ധം തുടങ്ങുന്നത് ആ പോയിന്റിലാണ്. അലാസ്ക പിടിക്കാൻ വന്ന ചൈനീസ് പട്ടാളത്തെ അമേരിക്കൻസ് അവർ വികസിപ്പിച്ചെടുത്ത പവർ ആർമർ എന്ന സൂട്ട് വെച്ച് നേരിടുന്നു. ഈ യുദ്ധവും ടെൻഷനും ഏകദേശം 10 വർഷം നീണ്ടു നിൽക്കുന്നു. ഈ പവർ ആർമർ ഉപയോഗിച്ച് അമേരിക്ക മെയിൻലാൻഡ് ചൈനയിലും ആക്രമണം നടത്തുന്നു. അലാസ്കയിൽ നിന്ന് പട്ടാളം പിന്മാറാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചൈനയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. പക്ഷേ ആ തോൽവി ഒരു തുടക്കം മാത്രമായിരുന്നു. ഒക്ടോബർ 23, 2077 ഈ ഫാൾഔട്ട് യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം അന്നായിരുന്നു ഗ്രേറ്റ് വാറിന് തുടക്കമിട്ടത്. പക്ഷേ ആ യുദ്ധത്തിന് വെറും 2 മണിക്കൂർ മാത്രമേ ദൈർഘ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ ബോംബിട്ട് ലോകം ഒറ്റ നിമിഷം കൊണ്ട് നശിച്ചു. പുഴകൾ റേഡിയേഷൻ കൊണ്ട് നിറഞ്ഞു. എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങി. അങ്ങനെ ലോകം കംപ്ലീറ്റായി ഇരുട്ടിലേക്ക് നീങ്ങി. അമേരിക്ക പൂർണ്ണമായിട്ട് നശിച്ചെങ്കിലും അവിടെ കുറച്ച് മനുഷ്യർ സർവൈവ് ചെയ്തു. അതിന് സഹായിച്ചത് വോൾടെക് എന്ന കമ്പനിയാണ്. അവർ ഭൂമിക്കടിയിൽ പണിത 122 വാൾട്ടുകളിലാണ് ബാക്കി വന്ന മനുഷ്യർ താമസിച്ചത്. അതായിരുന്നു ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പ്രോജക്ട് സേഫ് ഹൗസ്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് മനുഷ്യർക്ക് ഈ വോൾട്ടിൽ പ്രവേശനം ലഭിച്ചിരുന്നു. അങ്ങനെ അവർ ന്യൂക്ലിയർ റേഡിയേഷനൊന്നും അഫക്റ്റ് ചെയ്യാതെ ആ ഭൂമിക്കടിയിൽ ആ വോൾട്ടിനകത്ത് ജീവിച്ചു. ഏകദേശം 100 വർഷത്തോളം ഈ മനുഷ്യർ ഭൂമിക്കടിയിൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വോൾട്ടിൽ താമസിച്ചു. ഓരോ വോൾട്ടും ഒരു കമ്മ്യൂണിറ്റി പോലെയാണ്. ഓരോ വോൾട്ടിനകത്തും ഒരു ഓവർസിയറും കാണും. ആ വോൾട്ടിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള എല്ലാ ഫുഡും സപ്ലൈസും മറ്റെല്ലാ ഫെസിലിറ്റീസും കാണും. പക്ഷേ സത്യത്തിൽ ഈ വോൾട്ട് ഉണ്ടാക്കിയത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ കൂടിയായിരുന്നു. ഈ വോൾട്ടുകളെല്ലാം ഒരുമിച്ചല്ല തുറക്കുന്നത്. പലതും പല വർഷങ്ങളായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല കഥയുടെ ഏത് പോയിന്റിലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ യുദ്ധം കഴിഞ്ഞ 100 വർഷം കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ 200 വർഷം കഴിഞ്ഞിട്ട്. വർഷം 2102 ആയപ്പോഴേക്കും മനുഷ്യർ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. ആ ദിവസത്തെ അവർ റെക്ലമേഷൻ ഡേ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ വോൾട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ മനുഷ്യർ നേരിടേണ്ടി വരുന്നത് വർഷങ്ങളായിട്ട് റേഡിയേഷൻ കാരണം മ്യൂട്ടേഷൻ സംഭവിച്ച മൃഗങ്ങളെയും ഇവോൾവ് ചെയ്ത ജീവികളെയൊക്കെയാണ്. ഈ ഗ്രേറ്റ് വാർ കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മനുഷ്യർ ആ വേസ്റ്റ് ലാൻഡിൽ പിന്നെയും സർവൈവ് ചെയ്തിരുന്നു. അവരെല്ലാവരും ചെറിയ ചെറിയ കൾട്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളും ഉണ്ടാക്കി. അവർ തമ്മിൽ കൊല്ലുകയും ടെറിട്ടറി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ പുറത്തുള്ള ഗ്രൂപ്പുകൾ ഏതാണെന്നുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ പറയേണ്ടി വരും. അത്രമാത്രമുണ്ട്. സോ ഇതാണ് എൻ്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ക്ലാസ് ഓൺ ഫാൾഔട്ട് യൂണിവേഴ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.